ചിന്ത്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. സ്കന്ധായ കാർത്തികേയായ പാർവതീ നന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമഃ. ജയവദ്രിസുധാകാന്ത ജയ ശങ്കര നന്ദന ജയ സ്മര സദാകാന്ത ജയവല്ലീ മനോഹര. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ചിന്ത്രാപിന്നി മാരാത്ത് മുത്തപ്പൻ ധർമ്മദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേള ഘോഷങ്ങളോടുകൂടി വിഗ്രഹഘോഷയാത്ര പുറപ്പെട്ട യജ്ഞശാലയിൽ എത്തിച്ചേർന്നു. തുടർന്ന് തന്ത്രി ബിജു നാരായണൻ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്ര മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്നീ ദേശം 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നാം എല്ലാം ഇന്ന് അനുഭവിച്ചറിയുന്ന ഈ ഒരു അന്തരീക്ഷം ശ്രീകുമാരമംഗലം ക്ഷേത്രമെന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു സങ്കല്പം നമുക്കെല്ലാം വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ സാധിക്കാത്തത്രയാണ്. അതിന് ഉള്ള ഏറ്റവും വലിയ സാക്ഷ്യം തന്നെയാണ് ഈ ക്ഷേത്രം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കി ഏറ്റവും ഒരു ക്ഷേത്രം എന്താണോ അർത്ഥമാക്കുന്നത് അതിവിടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും നാം ഇതുപോലുള്ള യജ്ഞങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് ഈശ്വരനിലേക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇത്തരം യജ്ഞങ്ങളായിട്ട് നമ്മൾ സമീപിക്കുന്നത്. നമ്മളിലുള്ള അവശേഷിക്കുന്നതായ എല്ലാ അഹങ്ങളും നീങ്ങി ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ ഈ യജ്ഞം കൊണ്ട് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അഡ്വക്കേറ്റ് വി പി സീമന്തിനി ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ്, സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ഗജാൻജി വിപ്സിൻ വി ബാലകൃഷ്ണൻ, കൺവീനർ സനൽ മുത്താമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ സപ്താഹത്തിന്റെ മുന്നോടിയായിട്ട്
ക്ഷേത്രത്തിൽ നിന്നും ഒരു അവതാരകൻ സപ്താഹത്തെക്കുറിച്ചുള്ള 2 വാക്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മനുഷ്യ ജന്മത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ആത്മീയ ബലം നേടുന്ന ഒരിടമേത് എന്ന് ചോദിച്ചാൽ അത് ഒരു സപ്താഹ വേദിയാണ് എന്ന് പറയുന്നത്. ഒരു സപ്താഹം കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ എന്തായിരുന്നോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വേദിയിൽ നിന്നും നമ്മൾ ഓരോ മനസ്സിനും കൃഷ്ണനെ ജനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ നിന്നും പിരിഞ്ഞു പോവുക. കൃഷ്ണനെ ജനിപ്പിക്കുക എന്ന് വെച്ചാൽ ഓരോ മനസ്സിലും ഭഗവത്ഗീതയുടെയും കൃഷ്ണന്റെയും ജീവിതത്തിന്റെ സാരാംശങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊണ്ട് ജീവിതത്തെ ഒരു പരിവർത്തനോന്മുഖമാക്കി മാറ്റിയിട്ടാണ് ഓരോ സപ്താഹ വേദികളും കടന്നുപോകുന്നത്. ശ്രീ ആരൂർ അപ്പുജിയാണ് യജ്ഞാചാര്യൻ. 18 വർഷത്തെ ഭാഗവതം കേൾക്കാന്ന് പറഞ്ഞാൽ എത്രയോ സുഹൃതം ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന അഭവമായിട്ടുള്ള അസുലഭമായിട്ടുള്ള സന്ദർഭമാണ്. ഭാഗവതത്തിൽ പറയും, ഭക്തിയുടെ 9 ഭാവങ്ങളെ കുറിച്ച് പറയും. 9 ഭാവങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതായത് വളരെ ശ്രേഷ്ഠമായിട്ട് ആദ്യമേ തന്നെ ഭാഗവതം കേൾക്കുക, ശ്രവണമാണ് ഏറ്റവും പ്രധാനം. ഒക്ടോബർ 11-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ഒക്ടോബർ 13-ന് ആറാട്ടോടുകൂടി യജ്ഞത്തിന് സമാപനമാകും. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.